ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ദ്വീപ് രാഷ്ട്രമായ സീഷെൽസിന് $175 ദശലക്ഷം പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്ത് SIR നടപടികൾ പൂർത്തിയാക്കിയ ആദ്യ ജില്ല എന്ന നേട്ടം സ്വന്തമാക്കി ആലപ്പുഴ. പശ്ചിമബംഗാളിൽ SIRമായി ബന്ധപ്പെട്ട പരാതികളും അവകാശവാദങ്ങളും സമർപ്പിക്കാനുള്ള സമയപരിധി ഒരാഴ്ച കൂടി നീട്ടി സുപ്രീംകോടതി. നക്സലൈറ്റുകളോട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മടങ്ങിവരാൻ അഭ്യർത്ഥിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. ദ്വീപരാഷ്ട്രമായ സീഷെൽസിന് $175 ദശലക്ഷം പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് ഇന്ത്യ. ന്യൂഡൽഹിയിൽ സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രഖ്യാപനം നടത്തിയത്. ഭവന നിർമ്മാണം, മൊബിലിറ്റി, തൊഴിലധിഷ്ഠിത പരിശീലനം, ആരോഗ്യം, പ്രതിരോധം, സമുദ്ര സുരക്ഷ എന്നിവയ്ക്ക് പാക്കേജ് പിന്തുണ പകരുമെന്ന് ശ്രീ മോദി വ്യക്തമാക്കി. ഇന്ത്യയുടെ മഹാസാഗർ ദർശനത്തിൽ സീഷെൽസിന് പ്രത്യേക സ്ഥാനമുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. आज हम $175 मिलियन के स्पेशल इकोनॉमिक पैकेज की घोषणा करने जा रहे हैं. यह पैकेज सोशल हाउसिंग, मोबिलिटी, वोकेशनल ट्रेनिंग, स्वास्थ्य, रक्षा और मैरीटाइम सिक्योरिटी जैसे क्षेत्रों में ठोस परियोजनाओं को सपोर्ट देगा. ആരോഗ്യം, IT തുടങ്ങി വിവിധ മേഖലകളിലായി 7 ധാരണാപത്രങ്ങളിലും ഇന്ത്യയും സീഷെൽസും ഒപ്പുവച്ചു. മെഡിക്കൽ ടൂറിസം, ആരോഗ്യ, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയിൽ സീഷെൽസുമായി ഇന്ത്യ സഹകരണം വർദ്ധിപ്പിക്കുമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനുമായും സീഷെൽസ് പ്രസിഡന്റ് ഇന്ന് കൂടിക്കാഴ്ച നടത്തി. വിദ്യാർത്ഥികളുടെ കഴിവുകൾ അർത്ഥപൂർണമായി വിനിയോഗിക്കാൻ വഴികാട്ടുകയാണ് പരീക്ഷാ പേ ചർച്ചയുടെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പരീക്ഷാ പേ ചർച്ച 9ാം പതിപ്പിന്റെ 2ാം ഭാഗത്തിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികളുടെ കഴിവുകൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുതെന്ന് മാതാപിതാക്കളോട് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. തന്നേക്കാൾ കഴിവ് മറ്റൊരാളിൽ കണ്ടാൽ അത് സ്വായത്തമാക്കാൻ പരിശ്രമിക്കണമെന്ന് വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ഉപദേശം നൽകി. വിദ്യാർത്ഥികളിൽ നിന്നും ആവേശകരമായ പ്രതികരണമാണ് പരീക്ഷാ പേ ചർച്ചയ്ക്ക് ലഭിച്ചത്. മത്സര പരീക്ഷകളെ ലളിതമായി സമീപിക്കാനുള്ള ആത്മധൈര്യം ഇതിലൂടെ ആർജിക്കാനായെന്ന് തിരുവനന്തപുരം ആർമി പബ്ലിക് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആവണി SK ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. പരീക്ഷാ പേ ചർച്ചയുടെ 9ാമത്തെ എഡിഷനിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി യുവതലമുറയെ ആത്മവിശ്വാസത്തോടെ മുന്നേറുന്നതിനെ പറ്റിയും സമഗ്ര വ്യക്തിത്വ വികസനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും വളരെ സരളമായി വിശദീകരിച്ചു. പരീക്ഷാ പേ ചർച്ച കണ്ടതിനു ശേഷം ലഘുപരീക്ഷകൾ പോലെ ലളിതമായി കാണാനുള്ള ആത്മധൈര്യം ഉണ്ടായി. അടുത്ത പരീക്ഷയ്ക്ക് കൂടുതൽ തയ്യാറെടുക്കാൻ പ്രചോദനം ലഭിച്ചു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ഒന്നിലേറെ തവണ നിർത്തിവെച്ച സഭാ നടപടികൾ 2 മണിക്ക് പുനരാരംഭിച്ചപ്പോൾ ബജറ്റ് ചർച്ചയിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് MP ശശി തരൂരിനെ പ്രിസൈഡിംഗ് ഓഫീസർ ക്ഷണിച്ചു. എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് വിവിധ വിഷയങ്ങളിൽ സംസാരിക്കാൻ അവസരം നൽകണമെന്ന ആവശ്യമാണ് ശശി തരൂർ MP മുന്നോട്ട് വെച്ചത്. നോട്ടീസ് നൽകിയിട്ടില്ല എന്ന കാരണത്താൽ ഇതിന് പ്രിസൈഡിംഗ് ഓഫീസർ അനുമതി നിഷേധിച്ചതോടെ പ്രതിഷേധം ശക്തിപ്പെട്ടതിനാൽ സഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾക്ക് ശേഷം രാജ്യസഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചാ നിരക്ക് സംബന്ധിച്ച ചോദ്യങ്ങൾ സഭയിൽ ഉയർത്തിയ കോൺഗ്രസ് MP P ചിദംബരം റവന്യൂ കമ്മി 1% നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടു. ശാസ്ത്രം, സാമൂഹിക ക്ഷേമം തുടങ്ങിയ മേഖലകൾക്ക് ബജറ്റ് വിഹിതം കുറച്ചതിനെതിരെയും അദ്ദേഹം ചോദ്യമുന്നയിച്ചു. UPA കാലവുമായി താരതമ്യം ചെയ്യുമ്പോൾ ബജറ്റ് 3 ഇരട്ടിയായി വർദ്ധിച്ചെന്നും ദരിദ്ര വിഭാഗങ്ങളുടെയും കർഷകരുടെയും ക്ഷേമത്തിന് ബജറ്റിൽ പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും BJP MP അരുൺ സിംഗ് പറഞ്ഞു. തൃണമൂൽ MP സുഷ്മിത ദേവ്, DMK അംഗം P വിൽസൺ, AIADMK MP തമ്പിദുരൈ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. സംസ്ഥാനത്ത് SIRമായി ബന്ധപ്പെട്ട ഹിയറിംഗ് ഉൾപ്പെടെ എല്ലാ നടപടികളും പൂർത്തിയാക്കുന്ന ആദ്യ ജില്ലയായി മാറി ആലപ്പുഴ.
2,56,094 കേസുകളിലാണ് ഹിയറിംഗ് നടത്തി പരിശോധന പൂർത്തിയാക്കിയത്. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളും ആലപ്പുഴയ്ക്ക് പിന്നാലെ 100% എന്ന നേട്ടം സ്വന്തമാക്കി. തിരുവനന്തപുരത്ത് 4,77,546 കേസുകളിലും എറണാകുളം ജില്ലയിൽ 3,93,113 കേസുകളിലുമാണ് ഹിയറിംഗ് നടന്നത്. ഫെബ്രുവരി 12-നകം സംസ്ഥാനത്തുടനീളം ഹിയറിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ പറഞ്ഞു. പശ്ചിമ ബംഗാളിൽ SIR-മായി ബന്ധപ്പെട്ട പരാതികളും അവകാശവാദങ്ങളും സമർപ്പിക്കാനുള്ള സമയപരിധി ഒരാഴ്ച കൂടി നീട്ടി സുപ്രീം കോടതി. ഈ മാസം 14 വരെ അനുവദിച്ചിരുന്ന സമയപരിധിയാണ് കോടതി നീട്ടി നൽകിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അടക്കം സമർപ്പിച്ച ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട 3-അംഗ ബെഞ്ചിന്റെ ഉത്തരവ്. SIR ഡ്യൂട്ടികൾക്കായി ഗ്രൂപ്പ് B ഉദ്യോഗസ്ഥരുടെ സേവനം ലഭ്യമാക്കാനും സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. അർബുദം പോലുള്ള രോഗങ്ങൾ പ്രതിരോധിക്കുന്നതിന് പൊതുജന പങ്കാളിത്തം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കളമശ്ശേരി മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നിർമ്മിച്ച കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെറ്റായ ജീവിത രീതികൾ ഉപേക്ഷിക്കുന്നതും രോഗപ്രതിരോധം പോലെ പ്രധാനമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ക്യാൻസർ രോഗികൾക്ക് ആധുനികവും ഗുണമേന്മയുള്ളതുമായ ചികിത്സ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 450 കോടി രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ക്ഷണപ്രകാരം തിരുവനന്തപുരം നഗരസഭയിലെ BJP കൌൺസിലർമാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ദില്ലിയിലേക്ക് യാത്ര തിരിച്ചു. മേയർ VV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര തിരിച്ചത്. മറ്റന്നാൾ വൈകിട്ട് പ്രധാനമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന ചടങ്ങിൽ ജനപ്രതിനിധികൾ അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യത്ത് അവശേഷിക്കുന്ന നക്സലൈറ്റുകളോട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മടങ്ങിവരാൻ അഭ്യർത്ഥിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുനരധിവാസം സർക്കാർ ഔചിത്യപൂർവ്വം നിർവഹിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ഛത്തീസ്ഗഡിൽ ബസ്തർ പാണ്ഡം ഉത്സവത്തിന്റെ സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. बस्तर की पहचान बारूद नहीं हो सकती. बस्तर की पहचान यहाँ की संस्कृति और यहाँ का विरासत हो सकता है. अभी भी जो बचे कुछे लोग हैं वो हथियार डाल दे, सरकार आपकी सभी प्रकार की चिंता करेगी. सम्मान के साथ आपका पुनर्वसन किया जाएगा. രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയ്ക്കായി 11,000 കോടി രൂപയിലധികം റെയിൽവേ ബജറ്റിൽ അനുവദിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. മിസോറാമിലെ സൈറങ്ങിനും അസമിലെ സിൽച്ചറിനും ഇടയിലുള്ള പുതിയ പാസഞ്ചർ ട്രെയിൻ സർവീസുകൾ വെർച്വലായി ഫ്ളാഗ് ഓഫ് ചെയ്യുകയായിരുന്നു മന്ത്രി. 2026 തൊഴിലില്ലായ്മ വേതന പദ്ധതി പ്രകാരം തൊഴിൽ രഹിതരായ യുവാക്കൾക്ക് സർക്കാർ സാമ്പത്തിക സഹായം നൽകുമെന്ന തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പദ്ധതി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല എന്നും പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. അപരിചിതമായ ലിങ്കുകളിലോ വെബ്സൈറ്റുകളിലോ വ്യക്തിഗത വിവരങ്ങൾ പങ്കുവയ്ക്കരുതെന്ന് PIB മുന്നറിയിപ്പ് നൽകി. വ്യക്തി സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കമ്പനി നയങ്ങളിൽ പിഴ ഈടാക്കിയതിനെതിരെ മെറ്റയും വാട്സ്ആപ്പും സമർപ്പിച്ച ഹർജികളിൽ വാദം കേൾക്കുന്നത് സുപ്രീം കോടതി ഈ മാസം 23-ലേക്ക് മാറ്റി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി. പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഒമാനെതിരെ സിംബാബ്വേക്ക് 8 വിക്കറ്റ് ജയം. 104 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെ 13.3 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. ഇന്ന് നടന്ന ആദ്യ മത്സരത്തിൽ ഇറ്റലിക്കെതിരെ സ്കോട്ട്ലൻഡ് 73 റൺസിന് വിജയിച്ചു. മൂന്നാം മത്സരത്തിൽ കാനഡയും ദക്ഷിണാഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ടോസ് നേടിയ കാനഡ ബൌളിംഗ് തെരഞ്ഞെടുത്തു. കേരളത്തിൽ പകൽ താപനില ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമായേക്കാം. പകൽ 11 മുതൽ 3 മണിവരെയുള്ള സമയം ശരീരത്തിൽ നേരിട്ട് കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. ദ്വീപ് രാഷ്ട്രമായ സെയ്ഷൽസിന് $175 ദശലക്ഷം പ്രത്യേക സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു.
സംസ്ഥാനത്ത് SIR നടപടികൾ പൂർത്തിയാക്കിയ ആദ്യ ജില്ല എന്ന നേട്ടം സ്വന്തമാക്കി ആലപ്പുഴ. പശ്ചിമബംഗാളിൽ SIRമായി ബന്ധപ്പെട്ട പരാതികളും അവകാശവാദങ്ങളും സമർപ്പിക്കാനുള്ള സമയപരിധി ഒരാഴ്ച കൂടി നീട്ടി സുപ്രീം കോടതി. നക്സലൈറ്റുകളോട് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് മടങ്ങിവരാൻ അഭ്യർത്ഥിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.